ഫഡ്നാവിസിനായിരുന്നു ഏറ്റവും വലിയ താല്പര്യം ശിവസേനയെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ മോദി പല വഴികൾ അതിനുവേണ്ടി തേടിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഒടുക്കമായിരുന്നു ഷിൻഡെ വിഭാഗത്തെ കൃത്യമായി അടർത്തിയെടുത്തുകൊണ്ട് ശിവസേനയിൽ വിള്ളലുണ്ടാക്കി മഹാവികാസ് അഘാദി സഖ്യത്തെ തകർത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗത്തിന് നല്ല കൊട്ടാണ് ജനങ്ങൾ കൊടുത്തത്. ഏകനാഥ് ഷിൻഡെ വലിയ തോതിൽ തിരിച്ചടി നേരിട്ടു എന്ന് മനസ്സിലാക്കി. പക്ഷെ ഏറ്റവും വലിയ അമളി പറ്റിയത് BJPക്ക് തന്നെയാണ്. അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി ദുരുപയോഗിച്ചു എന്നതാണ് വ്യക്തമായത് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് തെളിവ് സഹിതമാണ്. എന്നാൽ അതിന്മേലൊരു നടപടിയെടുക്കാൻ നാളിതുവരെയായി ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ ഷിൻഡെ വിഭാഗവും ഉദ്ധവ് വിഭാഗവും ബാൽ സാഹിബ് താക്കറയ്ക്ക് ഭാരത് രത്ന കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. മറ്റ് പല കാര്യങ്ങളിലും അവരുടെ ഐഡിയോളജി സമമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. BJPക്ക് വേണ്ടി കുഴലൂതാൻ ഷിൻഡെ പോയതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഫഡ്നാവിസിന്റെ ഡെപ്യൂട്ടി ആയി ഇരിക്കാൻ തനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് ഏകനാഥ് ഷിൻഡെ വ്യക്തമാക്കിയതാണ്. തനിക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി തന്നെ ആകാമായിരുന്നു. പക്ഷേ ഷിൻഡെയുടെ കണക്കൂട്ടലുകൾ പിഴച്ചത് മറ്റൊരിടത്താണ്. രാഷ്ട്രീയയിലെ ചതിക്ക് കൂട്ടുനിന്നതിന് കിട്ടിയ ലാഭവിഹിതം വളരെ കുറഞ്ഞുപോയി എന്ന ഷിൻഡെയുടെ തോന്നലാണ് ഇപ്പോൾ പുതിയ പദ്ധതിയിലേക്ക് നീക്കുന്നത്. സഞ്ജയ് റാവത്താണ് ഈ കാര്യം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഷിൻഡെക്ക് ഏറെ ബുദ്ധിമുട്ടി കഴിയാൻ പറ്റില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 2025 അത് സംഭവിക്കും. മഹാരാഷ്ട്രയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ എന്ന് സഞ്ജയ് റാവത്ത് വെറും വാക്ക് പറയുന്നതല്ല. കൃത്യമായി രാഷ്ട്രീയത്തിൽ കണക്കൂട്ടലുകൾ ഉള്ള മനുഷ്യനാണ് സഞ്ജയ് റാവത്ത്. ഉദ്ധവ് താക്കറയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ, അതുപോലെ തന്നെ മഹാവികാസ് അഘാദി സഖ്യം രൂപീകരിക്കുന്നതിൽ കാതലായ പങ്ക് വഹിച്ച ആൾ. BJPക്കുള്ളിലെ നോട്ടപ്പുള്ളി. BJP എക്കാലത്തും ശത്രുപക്ഷം നിർത്താൻ ആഗ്രഹിക്കുന്നത് ഉദ്ധവിനേക്കാൾ ഏറെയായി സഞ്ജയ് റാവത്തിനെയാണ്. അവിടെ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ മികച്ച രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ പലപ്പോഴായി സഞ്ജയ് റാവത്ത് ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ളതായി BJPക്ക് അറിയാം. BJPയുടെ പദ്ധതികളെ പൊളിച്ചെടുക്കാൻ വീണ്ടും സഞ്ജയ് റാവത്ത് വന്നിരിക്കുന്നു എന്നത് ഫഡ്നാവിസിന് വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അധികാരം ലഭ്യമായി മണിക്കൂറുകൾക്കകം നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്ന ആ ദുരന്ത കഥ വീണ്ടും സഞ്ജയ് റാവത്ത് ഫഡ്നാവിസിനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഭഗത് സിംഗ് കോശ്യാരിയുടെ മുമ്പാകെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയായി അജിത് പവാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കകം രാജിവെക്കേണ്ടി വന്ന കാഴ്ച അത് തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വ്യത്യാസം മാത്രം, മണിക്കൂറുകൾ എന്നത് ദിവസങ്ങളോളം എന്ന വ്യത്യാസം.